لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون. അസ്സലാമു അലൈക്കും. അള്ളാഹുവിന് ഉത്കൃഷ്ട നാമങ്ങളുണ്ട്. 99 നാമങ്ങളാണ്. അതിലും കൂടുതൽ ഉണ്ടാകാം. ഈ നാമങ്ങളിലൂടെ നമുക്ക് 3 കാര്യങ്ങളാണ് നേടാൻ സാധിക്കുക. ഒന്ന്, അള്ളാഹുവിൻ്റെ മഹത്വം അറിയാം. രണ്ടാമതായിട്ട് ഈമാൻ വർദ്ധിക്കാൻ. മൂന്നാമതായിട്ട് ചില നാമങ്ങളുടെ ക്വാളിറ്റി നമ്മളിൽ പ്രതിഫലിപ്പിക്കാൻ പറ്റും. ഓരോ നാമത്തിനും ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. അത് നമ്മൾ ശരിക്ക് മനസ്സിലാക്കി അങ്ങനെ പഠിക്കുന്നവന് സ്വർഗമുണ്ട്. ഓക്കെ, ഇനി അള്ളാഹുവിനെ നമുക്ക് വേണം. നമ്മുടെ ലൈഫിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ അനുയോജ്യമായ നാമം സെലക്ട് ചെയ്ത് പ്രാർത്ഥിക്കാം. നമുക്ക് ഫുൾ ടൈം അള്ളാഹ്സ് ഹെൽപ്പ് വേണം. പ്രശസ്ത സൈക്കോളജിസ്റ്റ് എബ്രഹാം മാസ്ലൂസ് ന്യൂ ഹൈറാർക്കി ഓഫ് നീഡ്സ്, അങ്ങനൊരു ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ആ മനഃശാസ്ത്രൻ പറയുന്നത് മനുഷ്യന് ഏറ്റവും ഫസ്റ്റ് വേണ്ട ബേസിക് നീഡ്സ് ഫുഡ്, വാട്ടർ ആൻഡ് റെസ്റ്റ് ആണ്. ദെൻ സേഫ്റ്റിയാണ്, വീട്, ജോലി. ദെൻ ലവ് ആണ്, സ്നേഹം, ഫാമിലി, അംഗീകാരം. ഫുൾ ടൈം ആവശ്യക്കാരനാണ് മനുഷ്യൻ. ബിഫോർ ഡെത്ത് മനുഷ്യന് വീണ്ടും വേണം സെൽഫ് ട്രാൻസെൻഡൻസ് എന്നാണ് പറയുന്നത്. അതായത് മനുഷ്യൻ ഭൗതികം മാത്രമല്ല സ്പിരിച്വലും കൂടി ചേർന്നതാണെന്നാണ് പറയുന്നത്. വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അലാ ബിദിക്രില്ലാഹി തത്മഇന്നൽ ഖുലൂബ്, അതായത് അള്ളാഹുവിനെ സ്മരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് പീസ് ഓഫ് മൈൻഡ് ലഭിക്കാം. ഇനി അള്ളാഹുവിൻ്റെ കാഴ്ച എന്ന് പറഞ്ഞാൽ പരിമിതികൾക്ക് അതീതമാണ്. അൽ ബസീർ, മൊത്തം കാഴ്ചയുടെ സ്രോതസ്. നമുക്ക് കാഴ്ച നൽകപ്പെട്ടതാണ്. അതിനാൽ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ അത് തിരിച്ചു പോകാം. പിന്നെ നമുക്ക് ഈ കാഴ്ച എന്ന് പറയുന്നത് നമ്മൾ എംബ്രിയോട്ടിക് സ്റ്റേജിൽ, അതായത് മാതാവിൻ്റെ വയറ്റിലുള്ള സമയത്ത് കാഴ്ചനെ കുറിച്ച് ആ സമയത്ത് ഒന്നും കാണാൻ പറ്റുന്നില്ല കുട്ടിക്ക്. നേരെ മറിച്ച് കുട്ടി ജനിച്ച് ആ സമയത്തും കാഴ്ച പരിമിതിയാണ്. 4-5 മാസം കഴിയുമ്പോഴാണ് കാഴ്ച കുറച്ച് ക്ലിയർ ആവുന്നത്. പിന്നെ 1 വയസ്സാകുമ്പോഴേക്ക് ഓക്കെ ആവുന്നത്. നേരെ മറിച്ച് കേൾവി അങ്ങനെയല്ല. ഈ എംബ്രിയോട്ടിക് സ്റ്റേജിൽ, അതായത് മാതാവിൻ്റെ വയറ്റിലാവുന്ന സമയത്ത് തന്നെ 4-5 മാസത്തിനുള്ളിൽ കുഞ്ഞ് കേൾക്കുന്നുണ്ട്. കുഞ്ഞതിനനുസരിച്ച് പ്രതികരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഫസ്റ്റ് കാഴ്ച, ദെൻ കേൾവി, ദെൻ കാഴ്ചനെ കുറിച്ചാണ് പറയുന്നത്. സെമി ആൻഡ് ബസീറ. അങ്ങനെ വിശുദ്ധ ഖുർആനിൽ 45 പ്രാവശ്യം പറയുന്നുണ്ട്. ഫസ്റ്റ് കേൾവി, ദെൻ കാഴ്ച, അതായത് ഫസ്റ്റ് കേൾവിയാണ്. ഇതെന്തൊരു അത്ഭുതം ശരിക്കും വിശുദ്ധ ഖുർആൻ. അതായത് ഉമ്മയുടെ വയറ്റിലാവുന്ന സമയത്ത് തന്നെ കുഞ്ഞ് കേൾക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഫസ്റ്റ് കേൾവിയാണ് പറയുന്നത്, ദെൻ കാഴ്ച. അത് വിശുദ്ധ ഖുർആനിൽ ഏതാണ്ട് 43 ടൈംസ് ഒരുമിച്ച് പറയുന്നുണ്ട്. പിന്നെ അത് സിംഗിളായിട്ടും പറയുന്നുണ്ട്. സൂറത്ത് ബഖറയിൽ 127, 137, നിസാ 58, ഹജ്ജ് 61, ഷൂറ 11, അന്നിസാ 58-ാമത്തെ ആയത്ത്, ഹജ്ജ് 61. ആ രീതിയിൽ, ഹജ്ജ് റിപ്പീറ്റ് ചെയ്ത് പോയി. അങ്ങനെ ഒരുപാട് ടൈംസ്, 45 ടൈംസ് കേൾവി മാത്രമായിട്ടും പറയുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്കിപ്പം ഭക്ഷണത്തിൽ വിശാലത വേണമെങ്കിൽ നമുക്ക് റസാക്ക്, അള്ളാഹുവിൻ്റെ ഒരു ഉത്കൃഷ്ട നാമാണ്.
നമ്മുടെ റിസ്ക് വർദ്ധിപ്പിക്കാൻ പ്രാർത്ഥിക്കാം. നമുക്ക് അള്ളാഹുവിനോട് എന്തും ചോദിക്കാം. പക്ഷെ അത് ഹലാലായത് കഴിക്കണം. അതിൻ്റെ ഒരു പ്രതിഫലനം നമ്മളിൽ ഉണ്ടായിരിക്കണം. നമ്മൾ ഏകാന്തത ആണെങ്കിൽ അള്ളാഹു വലിയാണ്. നമ്മൾ അനിശ്ചിതത്തിലാവുമ്പോൾ അള്ളാഹിൻ്റെ കാരുണ്യം നമുക്ക് വേണം. യാ റഹ്മാൻ. നമ്മൾ തെറ്റ് ചെയ്ത അള്ളാഹുവിൻ്റെ ആ ഒരു ഉത്കൃഷ്ട നാമം ഉപയോഗിക്കുക. യാഫൂർ, അള്ളാഹു പുറത്തു തരെല്ലാം. പിന്നെ നമ്മുടെ എല്ലാ ഡോറുകളും ക്ലോസ് ചെയ്യുമ്പം ബാസിത്ത്, അൽ ബാസിത്ത്, വിശാലമാക്കുന്നവനെ, ആ രീതിയിൽ നമുക്ക് ഈ ഉത്കൃഷ്ട നാമങ്ങൾ പഠിക്കുകയും അത് മനസ്സിലാക്കുകയും നമ്മുടെ ഈമാൻ വർദ്ധിക്കുകയും അതേപോലെ തന്നെ അത് നമ്മുടെ ലൈഫിൽ പ്രതിഫലിക്കുകയും ചെയ്യണം. ഇൻഷാ അല്ലാഹ് അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം.